നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമ്മള് ക്രിമിനലുകളാണെന്നാ അവള് ധരിച്ചിരിക്കുന്നേ. വർഷങ്ങളായി മാധവന്റെ സ്വാധീനത്തിൽ വളർന്നതുകൊണ്ട് മഞ്ജുവിന്റെ മനസ്സിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അവൾ എന്തായാലും എന്നെയും എന്റെ കുടുംബത്തെയും ലക്ഷ്യം വയ്ക്കും. നിന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാ ഞാൻ അവളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാത്ത. അല്ല, മഞ്ജു അവളുടെ ജോലിയല്ലേ ചെയ്യുന്നത്? ആ ജോലി തന്നെയാ ഇപ്പൊ ഏറ്റവും വലിയ തലവേദന. അവളുടെ ആ ജോലി നഷ്ടപ്പെട്ട നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. ഗോപാൽജി എന്താ ഉദ്ദേശിച്ചത്? എനിക്കുള്ള സ്വാധീനം ഉപയോഗിച്ച് മഞ്ജുവിനെ എന്തെങ്കിലും ഒരു കേസിൽ കുടുക്കി അവളുടെ ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാക്കാം. അവള് പോലീസുകാരി അല്ലെങ്കിൽ പിന്നെ നമുക്ക് അവളെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അത് വേണ്ട ഗോപാൽജി. ചെയ്തു പോയൊരു തെറ്റിന്റെ പേരില് നമ്മൾ ഇത്രയും പേടിക്കുന്നത്. നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി സത്യസന്ധമായി ജോലി ചെയ്യുന്നവളെ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ക്രൂശിക്കുന്നത് ശരിയല്ല. മഞ്ജുവിന് ആ ജോലി എത്രമാത്രം വലുതാണെന്ന് എനിക്കറിയാം. അത് നഷ്ടപ്പെട്ടാൽ അവൾ ആകെ തകർന്നു പോവും. അവളിപ്പോ എന്റെ കുഞ്ഞിന്റെ അമ്മയാ. ഈ സാഹചര്യത്തിൽ അവൾക്ക് ഇങ്ങനെയുള്ള സങ്കടങ്ങളൊന്നും സംഭവിക്കാതെ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. മഞ്ജു ഓരോ ദിവസവും എനിക്കും എന്റെ മക്കൾക്കുമെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക. അവള് കൂടുതൽ അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നേ. ഗോപാൽജി എന്ത് തരത്തിലുള്ള അപകടത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? അല്ല മോനെ, ഞാൻ പറഞ്ഞത് എന്റെ ഭാര്യയെ സംരക്ഷിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം ഗോപാൽജി. എന്നെ കടന്നിട്ടേ ആർക്കെങ്കിലും അവളെ ഒന്ന് തൊടാൻ പോലും കഴിയൂ. അതിന് ചങ്കൂറ്റുള്ളവരാരാണെന്ന് വെച്ചാ ശ്രമിക്കട്ടെ. മോനെ, നീ ഞാൻ പറഞ്ഞത് വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ അറിഞ്ഞുകൊണ്ട് നിന്റെ കുടുംബത്തിന് എന്തെങ്കിലും ദോഷം വരുത്തൂ. പക്ഷേ നമ്മുടെ കച്ചവടങ്ങളിൽ പല പ്രമുഖരും കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവളുടെ അന്വേഷണം നമ്മുടെ പല ബിസിനസിനെയും ബാധിച്ചിട്ടുണ്ട്. അവള് കാരണം ഉണ്ടാവുന്ന നഷ്ടം ഞാൻ സഹിക്കാൻ തയ്യാറാ. പക്ഷേ ബാക്കിയുള്ളവർക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. അവരെന്തെങ്കിലും തരത്തില് മഞ്ജുവിനെതിരെ നീങ്ങിയാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്നും ഞാൻ അവളെ രക്ഷിച്ചോളാം. നിന്റെ ഭാര്യയുടെ വാശിക്ക് വേണ്ടി ഗോപാലേട്ടൻ ജയിലിൽ പോണെന്നാണ് നീ പറയുന്നേ? ഗോപാൽജി പേടിക്കണ്ട. മഞ്ജു മാധവന്റെ കേസ് തെളിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എല്ലാ കുറ്റവും ഞാൻ ഏറ്റെടുത്ത് ജയിലിൽ പൊയ്ക്കോളാം. ഗോപാൽജി സേഫ് ആയിരിക്കും. അല്ല മോനെ, ഞാൻ പറഞ്ഞത് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള സംസാരം അവസാനിപ്പിക്കാം. ഇത് വെറുതെ ഒരു തർക്കത്തിലേക്ക് നീളും. ശരി മോനെ, ഞാൻ പോട്ടെ. ഇവൻ മഞ്ജുവിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുക. ഇവനെ മഞ്ജുവിനെ കല്യാണം കഴിപ്പിച്ചതാ ചേട്ടൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എനിക്കും ഇപ്പൊ അങ്ങനെ തോന്നുന്നുണ്ട്. മഞ്ജുവിനെയും ഗിരിയും പിരിച്ചില്ലെങ്കിൽ അത് വലിയ അപകടമാവും. എങ്കിലേ പണ്ടത്തെ പോലെ ഗിരി എന്റെ കൂടെ നിൽക്കൂ. ഗിരി മഞ്ജുവിനെ തള്ളിപ്പറയാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. വൈകാതെ മഞ്ജുവിന്റെ വാക്ക് കേട്ട് അവൻ ചേട്ടനെതിരെ തിരിയുന്ന എനിക്ക് തോന്നുന്നേ. നീ വരാൻ കുറെ വൈകിയല്ലോ മോനെ. വരുന്ന വഴിക്ക് ഗോപാൽജി ഒന്ന് കാണാൻ കയറേണ്ടി വന്നു. നീ കഴിച്ചോ? ആ, കഴിച്ചു. മോനെ, എന്താ അമ്മേ? നീ ഗോപാൽജിയെ പിണക്കാതിരിക്കുന്നത് ഒരു നല്ല തീരുമാനമാണെന്ന് എനിക്കും തോന്നുന്നത്. നാട്ടിൽ ഇത്രയും സ്വാധീനമുള്ള ഒരാളെ വേർപ്പിച്ച് ഇവിടെ ജീവിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാവും. പ്രത്യേകിച്ച് ഒരു കുഞ്ഞും കൂടി വരാനിരിക്കുമ്പോ നീ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുന്നത് തന്നെയാ ബുദ്ധി.
പക്ഷേ നീ ഗോപാൽജിയുടെ കൂടെ ജോലി ചെയ്യണമെന്നുള്ളത് നിർബന്ധമുണ്ടോ? മഞ്ജുവിന് അത് കാരണം നല്ല വിഷമമുണ്ട്. ഈ ഒരവസ്ഥയില് അവളുടെ ആഗ്രഹപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ നല്ലത്. അത് മാത്രമല്ല, ഗോപാൽജി ഈ നാട്ടില് നല്ലത് മാത്രമല്ല ചെയ്യുന്നതെന്ന് നമുക്കും ഇപ്പൊ മനസ്സിലായി തുടങ്ങിയില്ലേ? ഗോപാൽജിക്ക് വേണ്ടി ജോലി ചെയ്യാൻ പോയിട്ട് അവസാനം നീ എന്തെങ്കിലും കേസിൽ കുടുങ്ങുമെന്നാ എന്റെ പേടി. അങ്ങനെയൊന്നും സംഭവിക്കില്ലമ്മേ. ഞാൻ ഇനി പണ്ടത്തെ പോലെ അടിപിടിക്കൊന്നും പോവില്ലെന്ന് ഗോപാൽജിയോട് പറഞ്ഞു കഴിഞ്ഞു. നീ എന്തൊക്കെ പറയുകയാണെങ്കിലും അയാള് ഗോപാൽജി ഒരു പ്രശ്നത്തിൽ പെട്ട ഇടപെടാതിരിക്കാൻ നിനക്ക് പറ്റുമോ? പറ്റില്ലാന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ഞാൻ നിന്റെ തീരുമാനത്തെക്കുറിച്ച് ഒന്നുകൂടി ആലോചിക്കണമെന്ന് പറയുന്നത്. മോനെ, അവരൊക്കെ വലിയ പണക്കാരാ. എന്ത് വലിയ തെറ്റ് ചെയ്താലും അവർക്കൊക്കെ ഊരിപ്പോരാൻ കഴിയും. നമ്മുടെ കാര്യം അങ്ങനെയല്ല. നീ ഗോപാൽജി വിട്ടു പോന്നാലും അയാൾക്കൊക്കെ ജോലി ചെയ്യാൻ വേറെ ആളുകളെ കിട്ടും. പക്ഷേ നിനക്കെന്തെങ്കിലും സംഭവിച്ചാ ഈ കുടുംബത്തിനുണ്ടാവുന്ന നഷ്ടം നികത്താൻ ആർക്കും കഴിയില്ല. അമ്മ എന്തൊക്കെയാ പറയുന്നത്? ഗോപാൽജി നമ്മുടെ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അമ്മയ്ക്കറിയില്ലേ? അദ്ദേഹത്തോട് നന്ദികേട് കാണിക്കാൻ ചേട്ടനെ ഉപദേശിക്കാൻ അമ്മയ്ക്ക് എങ്ങനെ മനസ്സ് വന്നു? ഏട്ടനെടുത്ത തീരുമാനം തന്നെയാ ശരി. മഞ്ജുവിന് ഗോപാൽജിയോട് പകയുണ്ടെന്ന് കരുതി ഗിരിയേട്ടനും അദ്ദേഹവും തമ്മിൽ വർഷങ്ങളായുള്ള ബന്ധം എന്തിനാ അവസാനിപ്പിക്കുന്നത്? നമ്മള് ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്ന കൂട്ടരാ. നീ ഇത്രയും കാലം ഉണ്ട ചോറ് ഞാൻ വാങ്ങി തന്നത്, അതിന്റെ എന്തെങ്കിലും നന്ദി നിനക്ക് എന്നോടുണ്ടോ? ഇല്ല. ഈ കുടുംബം നശിച്ചാലും കുഴപ്പമില്ല. നിനക്ക് എങ്ങനെയെങ്കിലും ഗോപാൽജിയുടെ വീട്ടിൽ കയറി കൂടിയാ മതി, അല്ലേ? ഞാൻ ഗോപാൽജിയുടെ കൂടെ ജോലി ചെയ്യുന്നത് തുടർന്നാൽ നീയും സഞ്ജയും തമ്മിലുള്ള കല്യാണം നടക്കാൻ കൂടുതൽ സൗകര്യമാവുമെന്ന് നീ കണക്കൂട്ടി കാണും, അല്ലേ? അങ്ങനെ നടക്കുമെന്ന് നീ ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. അവനെ നിന്നിൽ നിന്നും അകറ്റുക എന്നുള്ളതാണ് എന്റെയും ഗോപാൽജിയുടെയും പ്രധാന ലക്ഷ്യം. അല്ലെങ്കിൽ എന്റെ മുന്നേറ്റങ്ങൾക്കൊക്കെ തടസ്സം വരുന്നതാണല്ലോ ഗിരിയേട്ടന്റെ ഉദ്ദേശം. പക്ഷെ ഇതുകൊണ്ടൊന്നും ഞാൻ പിന്മാറുമെന്ന് നിങ്ങൾ ആരും കരുതണ്ട. ഞാൻ എന്റെ ലക്ഷ്യത്തിൽ എന്തായാലും എത്തും. ഇവൾക്ക് എന്നാണാവോ നല്ല ബുദ്ധി തോന്നാൻ പോണേ? അങ്ങനൊരു പ്രതീക്ഷയൊന്നും എനിക്കില്ലമ്മേ. അവള് പറയുന്നൊന്നും നീ കാര്യാക്കണ്ട. നീ ഗോപാൽജിയുടെ കൂടെ ജോലി ചെയ്യുന്നതിനെ കുറിച്ച് ഒന്നും കൂടി ആലോചിക്കണം.